നമ്മൾ ഗർവാഫസി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മൾ പറയുന്നത് വിട്ടുപോയ എല്ലാ സുന്നി സംഘടനകളും അവർ സമസ്തയുള്ള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ മാതൃസംഘടനയിലേക്ക് അവർ തിരിച്ചു വരണം. കാരണം സമസ്തയുള്ള ജമിയത്തുൽ ഉലമ എന്നുള്ളത് വലിയൊരു സംഘടനയാണ്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, നമ്മൾ വലിയ സംഘടന എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും സംശയമാണ്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? സംഘടനയുടെ വലിപ്പം മനസ്സിലായാലും എല്ലാവരും ഇവിടെ കൂടിയതൊക്കെ സമസ്തന്റെ മക്കളാണ്. അപ്പോൾ അതൊരു വലിയ സംഘടനയാണ്. അതിന് നിസ്സാരമാക്കാൻ വേണ്ടി ആരും മെനക്കെടരുത്, അതിനെ വേദനിപ്പിക്കാൻ വേണ്ടി ആരും മെനക്കെടരുത്. ഒത്തൊരുമിച്ച് പോകാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്നാണ് ഈ അവസരത്തിൽ എല്ലാവരും ഉണർത്താനുള്ളത്. ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയത്തങ്ങളുടെ വാക്കുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. മഹാനവറുകൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ എന്ന് ആമുഖമായിട്ട് ദുആ ചെയ്യുകയാണ്. തങ്ങൾ ഇവിടെ പറഞ്ഞത് ഇത് സമസ്ത EK വിഭാഗത്തിന്റെ 100ാം വാർഷികത്തിലെ തങ്ങളൊരു ഏറ്റവും വലിയ പ്രഖ്യാപനം തന്നെയാണ്. വിട്ടുപോയ എല്ലാ സുന്നി സംഘടനകളും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരണമെന്നാണ്. മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മാതൃസംഘടനയായിട്ടുള്ളത് ആ ആദർശം നിലനിൽക്കുന്ന സംഘടനയാണ്. അത് കാന്തപുരം ഉസ്താദിന്റെ ഒപ്പമാണ്. പക്ഷെ തങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുക EK വിഭാഗം സമസ്തയിലേക്ക് തിരിച്ചു വരണമെന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരിക്കലും തങ്ങളെ കുറ്റപ്പെടുത്താനല്ല കേട്ടോ. അങ്ങനെ ആരും ഇനി കരുതി പോകാൻ വേണ്ട. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇവിടെ തങ്ങൾ തന്നെ പറയാണ്, സമസ്തന്റെ മക്കളാണ് ഇവിടെ കൂടിയവരൊക്കെ എന്നാണ് തങ്ങൾ പറയുന്നത്. അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ കണ്ട ഒരു കാര്യമാണ്. മുജാഹിദ് അംഗമായിട്ടുള്ള KPM മജീദ്, അദ്ദേഹം ലീഗിന്റെയും വരെ നേതാവാണ്. അദ്ദേഹം ഈ സമസ്തയുടെ ഒരു വേദിയിൽ പങ്കെടുത്തുകൊണ്ട് ആ ഫോട്ടോ അദ്ദേഹത്തിന്റെ FB ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൗദൂദികളുടെ രാഷ്ട്രീയ സംഘടനയായിരിക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ ഒരു നേതാവ് അവിടെ പങ്കെടുത്തുകൊണ്ട് ഉമർ ഫൈസി മുക്കവുമായിട്ട് സംസാരിക്കുന്ന ഒരു ഫോട്ടോസും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതുപോലെ തന്നെ കള്ളത്തൊരിക്കത്തുകാരനായിരിക്കുന്ന കുരുവട്ടൂരി അംഗം അബ്ദുൽ സമദ് അദ്ദേഹത്തിന്റെ FBയിൽ അവിടെ എത്തിയിട്ട് അദ്ദേഹവും ഒരു ഫോട്ടോ ഇട്ടിരുന്നു. അതും കാണാനിടയായി. അതുപോലെ തന്നെ അങ്ങനെ പല ആളുകളും സുന്നികളല്ലാത്ത, ആദർശപരമായിട്ട് സമസ്തക്കൊപ്പമല്ലാത്ത പല ആളുകളും ഇത്തരത്തിൽ പല ഫോട്ടോകളൊക്കെ ഷെയർ ചെയ്ത് കണ്ടു. അതുപോലെ പൊതുസമ്മേളനത്തിലും അത്തരത്തിൽ നിരവധി ആളുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പറയുന്ന ആ വേദിയിൽ പോലും ഒരു കാലത്ത് AP വിഭാഗത്തിന്റെ സ്ഥാപനത്തിൽ വന്ന പിണറായി വിജയനെ കുറിച്ച് സത്യധാര എഴുതിയത് വേറെ രീതിയിലായിരുന്നു. ആ പിണറായി വിജയൻ പോലും ആ വേദിയിലുണ്ടായിരുന്നു അല്ലെ? അപ്പൊ അങ്ങനെ പല ആളുകളുണ്ട്. അതുപോലെ തന്നെ മറ്റു പല രാഷ്ട്രീയക്കാരും പല ആളുകളുണ്ട്. അതുകൊണ്ട് അവിടെ കൂടി എല്ലാ ആളുകളും സമസ്തന്റെ മക്കളാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അത് എന്തെങ്കിലും ആവട്ടെ, അതൊന്നുമല്ല. ഇവിടെ തങ്ങൾ പറയുന്ന ഒരു കാര്യം, ഈ സമസ്തയെ നിസ്സാരമാക്കരുത്, അതുപോലെ തന്നെ വേദനിപ്പിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്. ആരാണ് സമസ്തയെ വേദനിപ്പിച്ചത്? EK സമസ്ത ആരാണ് വേദനിപ്പിച്ചത്? മറ്റുള്ള സുന്നി സംഘടനകൾ ആരെങ്കിലും ആണോ? ഒരിക്കലും അല്ലല്ലോ. ആരാണ് വേദനിപ്പിച്ചത്? ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വന്നത് എവിടുന്നാണ് ഇപ്പോൾ? അത് ആ വേദിയിലുള്ളവർക്ക് കൊടുത്ത തങ്ങളുടെ ഒരു മറുപടി ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഞാൻ ഇന്ന് ഒരു FBയിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വായിക്കേണ്ടായി. ആ ടെക്സ്റ്റ് മെസ്സേജ് ഇങ്ങനെയാണ്: അള്ളാഹു യഥാർത്ഥ ദീനിനെ, സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കുന്ന വിധം എന്നാണ്. 1989 രാഷ്ട്രീയക്കാർ പ്രശ്നമുണ്ടാക്കി SYSന്റെ എറണാകുളം സമ്മേളനം മുടക്കാൻ ശ്രമം നടത്തിയപ്പോൾ CM വലിയുല്ലാഹിയും വടകര മുഹമ്മദ് ഹാജി തങ്ങളും ഉൾപ്പെടെയുള്ള മഹാന്മാരായ ആരിഫ്യങ്ങൾ കാന്തപുരം ഉസ്താദിന് സർവ്വവിധ പിന്തുണയും നൽകി ജനലക്ഷങ്ങൾ എറണാകുളത്ത് ഒരുമിച്ച് കൂടി. പിന്നീട് നടന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ഇതിഹാസ സമാനമായ വളർച്ചയായിരുന്നു എന്ന്. കാരണം കാന്തപുരം ഉസ്താദിന് പിന്നുണ്ടായത് വലിയൊരു വളർച്ചയായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി പറയുന്നതാണ് മെയിനായിട്ട് ഇപ്പോൾ നടന്ന ഒരു സംഭവം. 2026 സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം കാസർഗോഡ് കുണിയൽ വെച്ച് പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവിധ സഹായവും നൽകിയ കുണിയ ഇബ്രാഹിം ഹാജിയെ അടക്കം സ്വാധീനിച്ച് രാഷ്ട്രീയക്കാർ മുടക്കാനും പരാജയപ്പെടുത്താനും ആവുന്നത്ര ശ്രമിച്ചു. എന്നാൽ കുമ്പോൾ തങ്ങൾ എന്ന ആത്മീയ ലോകത്തെ വെള്ളി നക്ഷത്രം ഇടപെട്ടു. സയ്യിദുൽ ഉലമയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നു. പിന്നീട് കണ്ടത് ലോക ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത ജനപങ്കാളിത്തവും സംഘാടക മികവ് കൊണ്ട് 100ാം വാർഷിക സമ്മേളനം ഐതിഹാസികമാകുന്ന കാഴ്ചകളായിരുന്നു. പൊളിക്കാൻ വന്നവർക്ക് പോലും സമ്മേളനത്തിന്റെ ഭാഗമാവേണ്ടി വന്നു. അള്ളാഹു അവന്റെ ദീനിനെ ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കും എന്നത് എത്രമാത്രം ശരിയായിരുന്നു എന്ന് ബോധ്യമാകുന്ന ദിനരാത്രങ്ങളാണ് കഴിഞ്ഞുപോയത്. അള്ളാഹു സയ്യിദുൽ ഉലമക്കും സുൽത്താനുൽ ഉലമക്കും ഹുജ്ജത്തുൽ ഉലമക്കും ഒക്കെ സുന്നത്ത് ജമാഅത്തിനെ നയിക്കാനുള്ള ഹിമ്മത്ത് ദീർഘനാൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഇത് ഇരുവിഭാഗം സമസ്ത, ദക്ഷിണ സംസ്ഥാന പണ്ഡിത സഭ ഒക്കെ പാടുള്ള ഒരു ഗ്രൂപ്പിൽ വന്നതാണ്. അതിലെഴുതി കണ്ടതാണ്. അപ്പോൾ EK വിഭാഗം സമ്മേളനം, ഈ സമസ്തയുടെ കുണിയിൽ നടക്കുന്ന സമ്മേളനം തന്നെ പൊളിക്കാനും അത് തകർക്കാനും വലിയ രീതിയിൽ ഒരു ശ്രമം ഇതിന്റെ തുടക്കത്തിൽ നടത്തിയിട്ടുണ്ട്. അതാരാ നടത്തിയത്? ഒപ്പമുള്ള ആളുകൾ. പിന്നീട് ഇത് വിജയിക്കുമെന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതിന്റെ ഉള്ളിൽ കയറിയിരുന്ന് ഞങ്ങളാണ് ഇതിന്റെ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അവസാന സമയത്ത് അതിന്റെ ഉള്ളിലേക്ക് ചാടി കയറിയവരുണ്ട്. നമ്മൾ കണ്ടതാണൊക്കെ അല്ലെ?
ഈ സമസ്ത വിഭാഗം തന്നെ ഒരു പിരിവ്, ഒരു സംഭാവന, ഒരു വലിയ രീതിയിൽ എത്ര കോടികൾ അവർ പിരിച്ചു. അത് വന്നപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ എതിർത്തത് അവരുടെ ഇടയിലുള്ള ആളുകൾ തന്നെയാണ്. പലപ്പോഴും അതുപോലും അവരെ വേണ്ടപ്പെട്ട ആളുകൾ പോലും ഷെയർ ചെയ്തില്ല എന്നുള്ളതാണ്. അതൊന്നും ഒരു FB-യിലൊക്കെ പലതും ഇടുന്ന ആളുകൾ, ഈ വേദിയിലൊക്കെ പലതും വന്ന് പ്രസംഗിച്ച ആളുകൾ, സ്റ്റേജിലൂടെ ഒപ്പം വരുന്ന ആളുകൾ, അവരൊന്നും ഒരു വാക്ക് പോലും അതിനെക്കുറിച്ച് പറയുകയില്ല. സമസ്തയുടെ ഒന്നിനും അവർ വന്നില്ല. നോക്കണേ നിങ്ങൾ, പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത വിഭാഗത്തിന്റെ തന്നെയുള്ള ശതാബ്ദി യാത്രയാണ്. അതിന്റെ തുടക്കത്തിൽ ആരെങ്കിലും പങ്കെടുക്കില്ല. എന്തിനധികം പറയണം, സുപ്രഭാതത്തിന്റെ ഗൾഫി ബോറ് ഉദ്ഘാടനം എന്തായിരുന്നു? അതിനീ പറയുന്ന ആരെങ്കിലും പങ്കെടുത്തിരുന്നോ? വന്നോ? ഇല്ല. അവരൊക്കെ ഒറ്റപ്പെടുത്താനും അന്ന് വലിയ രീതിയിൽ ശ്രമങ്ങൾ നടത്തി. പക്ഷേ ഈ സമസ്ത വിഭാഗത്തിലെ ഈ ഷജറ വിഭാഗം ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഇവരുടെ ഈ സമ്മേളനം വലിയ രീതിയിൽ വിജയിക്കാൻ കാരണമായത്. അപ്പോൾ അതിന്റെ അവസാനം വെച്ചിട്ട് ഞങ്ങളാണ് ഇതിന്റെ ആളുകൾ എന്നുള്ള നിലക്ക് പല ആളുകളും അതിലേക്ക് തള്ളിക്കയറാൻ നോക്കി. അതിന് മുന്നേ വെച്ച് ഇവർ മുടക്കാനുള്ള സകല ശ്രമങ്ങളും നടത്തി. അങ്ങനെ എന്തോ ഒരു രീതിയിൽ ഇപ്പൊ ആ സമ്മേളനം അവിടെ സമാപിക്കാൻ. അപ്പൊ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു തങ്ങളിൽ നിന്ന് ഈ രീതിയിലുള്ള ഒരു പ്രസ്താവനയല്ല തങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം സുന്നികൾ ഒരുപാട് മേഖലയിൽ ഐക്യപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പല ഭാഗത്തും APK ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് രംഗത്ത് വരികയാണ്. അങ്ങനെ പൊതുസമൂഹം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോ അങ്ങനത്തെ ഒരു പ്രഖ്യാപനം കൂടി സയ്യിദുൽ ഉലമയിൽ നിന്ന് നമ്മൾ അവിടെ പ്രതീക്ഷിച്ചിരുന്നു. അത് വേണ്ട രീതിയിൽ ഉണ്ടായില്ല. സയ്യിദുൽ ഉലമ പറഞ്ഞത് ഇങ്ങോട്ട് എല്ലാവരും വരിക എന്നുള്ളതാണ്, അല്ലെ? സയ്യിദുൽ ഉലമ വിചാരിച്ചത് അങ്ങനെ ആയിരിക്കും, ഇങ്ങോട്ട് എല്ലാവരും വരിക എന്നുള്ളത്. അങ്ങനെ അല്ലായിരുന്നു സയ്യിദുൽ ഉലമ പ്രഖ്യാപനം നടത്തേണ്ടിയിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊക്കെ പ്രതീക്ഷിച്ചതാണ്. കാരണം സയ്യിദുൽ ഉലമക്ക് അതിന് കഴിയും. പക്ഷെ ആരൊക്കെയോ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടാണ് ഇപ്പൊ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താതിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സയ്യിദുൽ ഉലമയെ നമ്മൾ ഒട്ടും വില കുറച്ച് കാണിക്കണ്ട. ജിഫ്രി മുത്തുകോയ തങ്ങളെ ഇവിടെ ഒരു കാലത്ത് ഈ സമസ്തയുടെ അവസ്ഥ എന്തായിരുന്നു നമ്മളിവിടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു ഉദാഹരണം ഇവിടെ നിങ്ങളെ കാണിക്കാം. ഞാൻ ഇവിടെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സമസ്ത വിഭാഗത്തിന്റെ ഒരു സമ്മേളനം നടക്കുകയുണ്ടായി. വേങ്ങര കൂരിയാടാണെന്ന് തോന്നുന്നുണ്ട്, എവിടെയാണെന്ന് വ്യക്തമായിട്ട് അറിയില്ല. അന്ന് ജിഫ്രി മുത്തുകോയ തങ്ങൾ ഈ സമസ്ത വിഭാഗത്തിൽ എത്തിയത് ആ കാലത്താണ്. അന്ന് ആ സമ്മേളനത്തിൽ പങ്കെടുത്തതിന് ശേഷം എൻ്റെ നാട്ടുകാരനായിരിക്കുന്ന SKSSF-ന്റെ ഒരു പ്രവർത്തകനായിരിക്കുന്ന ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ FB-യിൽ എഴുതിയിട്ട് ഒരു വാക്കുണ്ട്, കുറച്ച് കാര്യങ്ങൾ അത് ഞങ്ങളവിടെ വായിക്കാം. അതൊരു ക്ഷമാപണമായിരുന്നു. എന്തിനു വേണ്ടിയിട്ട് അറിയാമോ നിങ്ങൾ? അതുവരെ കാന്തപുരം ഉസ്താദിനെയും ആ പ്രസ്ഥാനത്തിനെയും അദ്ദേഹം FB-യിലൂടെയൊക്കെ പലതും എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി ആ ഒരൊറ്റ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് കിട്ടിയൊരു നിർദ്ദേശമുണ്ട്. സയ്യിദുൽ ഉലമയിൽ നിന്ന്, ആ വാക്കിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ സമ്മേളനത്തിൽ മൊത്തത്തിൽ നടന്നതിൽ നിന്ന് ഉൾക്കൊണ്ടതിന്റെ അടിസ്ഥാനത്തിൽ, ആ ഒരു സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് കാന്തപുരം വിഭാഗത്തെ തെറി പറയാതെ ഒന്നും പറയാതെ വിഭാഗം ഒരു സമ്മേളനം നടത്തിയത്. അത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നത്. അന്ന് ആ സുഹൃത്ത് FB-യിൽ ഇട്ടത് അന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തതാണ് ഈ കാണിക്കുന്നത്. നോക്കി നിങ്ങൾ. അതുകൊണ്ട് എനിക്കിത് പെട്ടെന്ന് നിങ്ങളെ കാണിക്കാനായി. അപ്പോൾ അതിന്റെ പേര് ഞാൻ ഇവിടെ വായിക്കുന്നുണ്ട്. അതിന് നമുക്ക് ഇങ്ങനെ വായിക്കാം. എൻ്റെ പുണ്യസമസ്തയുടെ അജയ്യനായ അമരക്കാരൻ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുകോയ തങ്ങളുടെ പ്രസംഗത്തിൽ എവിടെയും ഞാൻ സഹോദര സംഘടനയെ കുറ്റം പറയുന്നതോ അവഹേളിക്കുന്നതോ ഞാൻ കേട്ടിട്ടില്ല. പിന്നെ എന്തിന് ഞാൻ സഹോദര സംഘടനയെ കുറ്റം പറയണം, അവരെ അവഹേളിക്കണം? ഇപ്പോൾ ഉടലെടുത്തത് ഐക്യശ്രമത്തിനും കോട്ടം തുടരുന്ന ഈ രീതിയിലുള്ള കമന്റോ പോസ്റ്ററോ എന്നിൽ നിന്നും ഇനി ഉണ്ടാവുകയില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്താ കാര്യം എന്നുള്ളത്. അപ്പൊ ഈ സുഹൃത്ത് അതുവരെ ആ സുഹൃത്തിന്റെ പരിപാടി ഈ രീതിയിലായിരുന്നു. കാരണം അവന് കേട്ടിരുന്നത് അങ്ങനെയായിരുന്നു, അവരുടെ പരിപാടികളിൽ നടന്നത് അങ്ങനെയായിരുന്നു. പിന്നീട് ആ സമ്മേളനത്തിൽ ജിഫ്രി മുത്തുകോയ തങ്ങളാണ് പിന്നെ ഇങ്ങനെ ഒരു മാർഗം അവർക്ക് കാണിച്ചു കൊടുത്തത്. അതിനുശേഷം അവന് പിന്നെ അങ്ങനത്തെ ഒരു പോസ്റ്ററോ ഒന്നും തന്നെ അവൻ ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ. പ്രകോപനപര പോസ്റ്റുകൾ കണ്ടാലും പരമാവധി സമയം പാലിക്കും. ഇവിടെ എതിർക്കേണ്ടത് സുന്നികളെയല്ല വഹാബികളെയാണ് എന്ന തിരിച്ചറിവ് എനിക്ക് ഉണ്ടാക്കി തന്നത് ഈ ഒരു മഹാസമ്മേളനമാണിത്. ഇന്നത് തന്നത് മരണം വരെ എൻ്റെ പുണ്യസമസ്തയുടെ പതാക കീഴിൽ അടിയുറച്ചു നിൽക്കും. സമസ്തയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ തന്നെ അതുമായിട്ട് മുന്നോട്ട് പോകും. ഇന്നലകളിൽ എന്നതിൽ നിന്ന് ആർക്കെങ്കിലും വിഷമകരമായ വല്ല പോസ്റ്റോ കമന്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്ന് നമ്മുടെ സുഹൃത്ത് എഴുതിപ്പോയതാണത്. ഇവൻ സജീവ SKSF-ന്റെ പ്രവർത്തകനായിരുന്നു. അവൻ എഴുതിയതാണെന്ന്. അപ്പോൾ നിങ്ങൾ ഇത് തന്നെയായിരുന്നു സമസ്ത വിഭാഗത്തിലെ ഒരുപാട് പേരുടെ അവസ്ഥ. AP വിഭാഗത്തെ AP ഉസ്താദിനൊക്കെ തെറി പറയുക, കുറ്റം പറയുക, ഒരു നേതൃത്വം തന്നെ അത് തന്നെയാണ് അവർക്ക് കാണിച്ചു കൊടുത്തിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇന്ന് വലിയ രീതിയിൽ ആദർശം പറയുന്ന അമ്പലക്കടവ് ഫൈസിയൊക്കെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ 2ാം കേരള യാത്രയ്ക്ക് പിന്നാലെ പോലും ഒരു യാത്ര പോലും നടത്തിയത്. നമ്മളൊക്കെ അത് വേദനയോടുകൂടി ഓർത്തു പോവാണ്.
ഇന്ന് വേദനയോടുകൂടി നമുക്ക് ഓർക്കുമ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇന്ന് അവർ ആദർശം പറഞ്ഞു തുടങ്ങിയത് കൊണ്ടാണ്. ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഈ വരവോട് കൂടിയിട്ടാണ് സമസ്ത VK വിഭാഗം ആദർശം പറഞ്ഞു തുടങ്ങിയത്. അതുമുതൽ ഇവരുടെ CIC പ്രശ്നങ്ങളും വാഫി പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇവർ ഏറ്റവും കൂടുതൽ ഇവരുടെ ഉള്ളിലുള്ള പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വിഭാഗം ആദർശം അതിൻ്റെ ഉള്ളിൽ പറഞ്ഞു എന്നുള്ളതാണ്. 89 എന്താണ് സംഭവിച്ചത്? സമാനമായ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചത്. അല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇപ്പോ അതൊക്കെ പറഞ്ഞ് ഇവര് VK വിഭാഗം സമസ്ത തന്നെ SKSF കീഴിലായിട്ട് ഒരു ക്യാമ്പയിൻ തന്നെ സംഘടിപ്പിച്ചു. എന്താണ്? ആദർശം അമാനത്താണെന്ന് പറഞ്ഞിട്ട് നിരവധി പ്രോഗ്രാമുകൾ അവിടെ വെച്ചു. അതിനെ എതിർത്തുകൊണ്ട് അവരിൽ തന്നെ ഒരു വിഭാഗം. എന്തിനാണ് അതിനൊക്കെ എതിർക്കുന്നത്? ആദർശം അമാനത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി വെക്കുമ്പോൾ AP-കാരായ നമുക്കാണ് ഇത്ര സന്തോഷം തോന്നുക. അവരിലുള്ള ചില ആളുകൾ അതിനെതിർക്കുക. അങ്ങനത്തെ ഒരു കാഴ്ച നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത്. പിന്നീട് ഈ സമസ്തയുടെ ഈ വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് അവർ നിരവധി പരിപാടിയിൽ ആദർശം പറയുന്ന പരിപാടികൾ നമ്മൾ കേട്ടു. നമുക്ക് സന്തോഷമാണ്. ഇവിടെ ഈ ക്യാമ്പുകളിലും അത്തരത്തിലുള്ള പരിപാടികൾ കേൾക്കാനിടയായി. മുഴുവനായിട്ടൊന്നും ഞാൻ കേട്ടില്ലെങ്കിൽ ചില ക്ലിപ്പുകളൊക്കെ ഞാൻ കാണാനിടയായി. കേട്ടപ്പോൾ നമുക്ക് സന്തോഷമാണ് തോന്നിയത്. പക്ഷെ വേദനപ്പെടുത്തിയ ഒരു കാര്യം, കാന്തപുരം ഉസ്താദിനെ ഇതുവരെ ആദ്യകാലങ്ങളിൽ എതിർത്തിരുന്നതിലെ ഒരു വലിയ ശക്തിയാണ് ഈ റഹ്മത്തുള്ളാഹി ഖാസിം മുത്തയുടെ. അദ്ദേഹം ഈ അടുത്ത കാലത്ത് വഹാബി ആണെന്ന് തെളിവുകൾ പോലും പറഞ്ഞ പട്ടിക്കാട് ജാമിയ നൂരിൽ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദ്, അദ്ദേഹം പോലും ഈ സമസ്തയുടെ വേദിയിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം വഹാബിയാണെന്ന് അദ്ദേഹം തന്നെ തെളിവ് സഹിതം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വഹാബികളും അതുപോലെ തന്നെ മറ്റുള്ള പല ആളുകളും ആ പരിപാടിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ തന്നെ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിലേക്ക് എങ്ങനെയാണ് ഈ ആശയത്തിലും ആദർശത്തിലും കുറച്ചു നിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾ കടന്നു വരിക എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. എന്തായാലും നമുക്കൊക്കെ ആശയത്തിലും ആദർശത്തിലും അടിയുറച്ച് നിന്നുകൊണ്ടുള്ള ഒരു ഐക്യത്തിന് സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ.